പ്ലീസ്. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു. യുവർ ഗുഡ് നെയിം പ്ലീസ്. അശോക് ചക്രവർത്തി. അശോക് രാജ് എന്നാണല്ലോ സർട്ടിഫിക്കറ്റില്. ആ പേര് ഗസറ്റിൽ പരസ്യപ്പെടുത്തി ഞാൻ ചേഞ്ച് ചെയ്തിരുന്നു. അതിന്റെ കോപ്പി ഫയലിലുണ്ട്. എന്താണ് സ്വന്തം പേര് മാറ്റാനുള്ള കാരണം? പേരിലെ വൈവിധ്യമാണ് ജനശ്രദ്ധ നേടുന്നതിന്റെ ആദ്യപടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫോർ എക്സാമ്പിൾ, സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, അദ്ദേഹത്തിന്റെ പേര് കണ്ടൻ കോരൻ എന്നായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. സൂപ്പർ സ്റ്റാർ രജനി, അതിനു പകരം സൂപ്പർ സ്റ്റാർ കണ്ടൻ. അദ്ദേഹത്തിന് തന്നെ ചീത്തപ്പേരായതേ. അശോക ചക്രവർത്തി എന്ന വീരയോദ്ധാവിന്റെ പേര് കടമെടുത്തതോടെ എന്റെ ആത്മവിശ്വാസമാണ് കൂടിയത്. ബുദ്ധിമാനായ ഒരു മനുഷ്യന്റെ തലയിൽ എത്ര മുടി കാണും? മുടി? യു മീൻ ഹെയർ? യെസ്. ബുദ്ധിമാനെന്ന് ചോദിച്ചത് ആർക്കിമെഡീസിനെ പോലെ, ഗലീലിയോ പോലെ ഒരു ശാസ്ത്രജ്ഞനെയാണോ, അതോ ഭരത് ഗോപിയെ പോലെ ഒരു കലാകാരനെയാണോ? ആണെങ്കിൽ ഇവർക്കൊക്കെ സ്വല്പം മുടി കുറവാണേ. അതല്ല സായിബാബയെ പോലെ വലിയ മുടിയുള്ള ആള്. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങളുടെ തലയുടെ കാര്യം പറഞ്ഞാൽ മതി. മൈ ഹെയർ. ഓക്കെ, ഒന്ന് എഴുതിയെടുത്തോളൂ. 50, 54, 8,36,333 മുടികൾ. അതെങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റും? സംശയം ഉണ്ടെങ്കിൽ എണ്ണി നോക്കാം. മാഡം ഫ്രണ്ടിൽ എണ്ണി നോക്കിക്കോളൂ. 2 മാഡംസ് ബാക്കിൽ എണ്ണി നോക്കിക്കോളൂ. പടല തിരിച്ചെണ്ണിക്കോളൂ. അപ്പൊ അയ്യഞ്ചെണ്ണം. എളുപ്പത്തിന് ഞാൻ ടേബിളിൽ ഇങ്ങനെ കിടക്കണോ അത് ഇങ്ങനെ ഇരിക്കണം? Don't ask this kind of stupid questions. മിസ്റ്റർ അശോക് ചക്രവർത്തി, അഡ്വക്കേറ്റ് എന്ന നിലയിൽ നിങ്ങൾ ഒരു കേസിൽ തോറ്റാൽ? ഞാൻ തോൽക്കില്ല മാഡം. നിയമം അരച്ചലക്കി കുടിച്ച പ്രഗത്ഭനായ എന്നെ പോലൊരു വക്കീലിന് ജയിക്കുന്ന കേസ്, തോൽക്കുന്ന കേസ് കണ്ടാൽ തിരിച്ചറിയാം. പിന്നെ ഞാൻ അതിന് തോൽക്കുന്ന കേസുകൾ ഏറ്റെടുക്കണം അല്ലേ? കണ്ടോ, ഇതാണ് വക്കീലിന്റെ മിടുക്ക്. വാക്കുകൾ സമർത്ഥമായി ഉപയോഗിച്ചാൽ കൈയടി വീഴും. ഇങ്ങനെ കൈയടിക്കാനായിട്ട് ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഞാനീ പറഞ്ഞത് നല്ലൊരു മറുപടിയേ അല്ല, വേറൊരു മോടൻകൊലി ന്യായം മാത്രം. മാഡം, സത്യത്തെ മുൻനിർത്തി നിയമത്തിന്റെ പഴുതുകൾ തലനാരിയുടെ കീറി മുറിച്ച് പരിശോധിച്ചാൽ, പഠിച്ചാൽ ഏത് കേസും പുഷ്പം പോലെ വിജയിപ്പിക്കാം. ദാറ്റ് മച്ച് ഐ എം കോൺഫിഡന്റ്. യു ആർ അപ്പോയിന്റഡ്. താങ്ക് യു മാഡം. ഹലോ മൈ ഡിയർ. ക്യാച്ച് പിടി. കൊള്ളാലോട്. എന്താ പേര്? മിൻമിനി. മിന്നാമിനിങ്ങോ? മിൻമിനി. ഇത് മാഡത്തിന് കൊടുത്തേക്കോ. ചിമ്മിനി അല്ല മിൻമിനി. ആള് കൊള്ളാലോ. ഞാനിവിടുത്തെ MD ആയാൽ ഈ ക്യാബിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂമും കൂടി സെറ്റപ്പ് ആക്കുന്നുണ്ട്. എന്താ ഇവിടെ? ഞാൻ ഇനി ഇവിടെ തന്നെയല്ലേ. പണ്ട് പണിക്കർ സാർ ഇരുന്ന മുറിയായത്. ഞാൻ MD ആയാൽ പണിക്കർ സാർ ഇവിടെ തിരിച്ചെത്തും. ഓ, അപ്പൊ പണിക്കർ സാറ് പറഞ്ഞയച്ചാണല്ലേ സാറിനെ? അല്ല, ഞാൻ ഒറ്റയ്ക്കാ വന്നത്. ഞാനൊരൽപ്പം തിരക്കില്ല. എനിക്കൊട്ടും തിരക്കില്ല. ഇന്ന് മുതൽ നിന്റെ ജോലി എന്താണെന്ന് ഞാൻ പറയും. എന്താണാവോ? എന്നെ പുകഴ്ത്തൽ. നിന്റെ മുതലാളിച്ചിയുടെ മുന്നിൽ ഞാനൊരു സകലകലാ വല്ലഭനാണെന്നും സൽഗുണ സമ്പന്നനാണെന്നും അംബാനിയേക്കാൾ വലിയ കോടീശ്വരനാണെന്നും നീ പൊക്കിയടിക്കണം. അത് കേട്ട് അവരുടെ മരുമകനായിട്ട് എന്നെ കിട്ടാൻ കൊതിക്കണം. പുകഴ്ത്തനെ. യെസ് പ്ലീസ്. ഒരാൾ കൂടി എസ്കമ്യനായിട്ടുണ്ട്. പ്ലീസ് പ്ലീസ് ടേക്ക് യു. വേണ്ട, ഞാനിപ്പോ കഴിച്ചേ ഉള്ളൂ. ഇവിടെ വന്നിരിക്കും. ഇരിക്കാനായിരുന്നു. സർ, ടീയോ കോഫി? കടുപ്പം കൂട്ടി ഇങ്ങനെ അടിക്കാത്തൊരു ചായ. പഞ്ചാര കുറച്ച് മതിയേ. ഓക്കെ മാഡം, ഇദ്ദേഹത്തിന് മാഡത്തിനൊന്ന് പരിചയപ്പെടണോ? ഞാൻ ഹംസ. അല്ല, ഹംസൻ MBBS. ഓ, ഡോക്ടറാണല്ലേ? അല്ല, വക്കീല്. ഇത് നിനക്ക് മാത്രമേ വക്കീലാകാവോ? ബാക്കി പറ. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ. ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്കൊക്കെ അതെ അതെ, അംബാനിയേക്കാൾ മേലെ പണക്കാരനാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് ഫാക്ടറീസ്, സ്റ്റാർ ഹോട്ടൽസ്, ബാറുകൾ, എന്തിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. 3 എണ്ണം. റിസർവ് ബാങ്ക് ആണോ 3 എണ്ണം? അതെ, ഇപ്പൊ 2 എണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. റിസർവ് ബാങ്ക് മാഡത്തിനോട് ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. എന്തിന്? മാഡത്തിന്റെ ഒരേ ഒരു മോളെ ഇയാള് കല്യാണം കഴിച്ചിട്ട് മാഡം ഇപ്പൊ ഇരിക്കണ കസേരയില്ലേ, അവിടെ ഇയാള് കയറിയിരുന്ന് മാഡത്തിന് ചവിട്ടി പുറത്താക്കുന്നാണ് ഇയാൾ എന്നോട് പറഞ്ഞത് അല്ലേ? എന്റെ
പൊന്നു മാഡം, ഇവനെ വിശ്വസിക്കരുത്, കള്ളനാ. ഞാൻ കാല് പിടിക്കാം. ആ സാരി ഒന്ന് പൊക്കിക്കാം. കാല് കാണാൻ വയ്യ. അയ്യോ. തൂക്കിയെടുത്ത പുറത്തേക്ക് എറിയിടൂ ഇയാളെ. നീ ആനയെടുത്ത് കളിച്ചോണ്ടിരുന്നോ? നിനക്ക് ഞാൻ കാണിച്ചു തരാടാ. ഇവിടെ തന്നെ.